ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഹെയർ ഓയിലിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ മുടിയൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടിയും അതുപോലെ തന്നെ നല്ല കറുപ്പ് നിറമൊക്കെ കിട്ടാൻ സാധിക്കുന്ന ഒരു ഓയിലിൻ്റെ റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നോക്കാം. അപ്പോൾ അതിനു മുന്നേ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കണം നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 വലിയ പീസ് കറ്റാർവാഴ നന്നായി കഴുകിയ ശേഷം ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം കരിഞ്ചീരകം, 1 ടേബിൾ സ്പൂണോളം ഉലുവ, പിന്നെ കുറച്ച് ചെമ്പരത്തിയുടെ ഇതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കൈപ്പിടി കറിവേപ്പിലയും അതേപോലെ തന്നെ തുളസിയുടെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെത്തി, പിന്നെ ഒരു 3-4 കഞ്ഞിക്കൂർക്കയുടെ ഇല എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒരു 8-10 ചെറിയ ഉള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇതൊന്ന് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, കറ്റാർവാഴ ഉള്ളത് കൊണ്ട് നമുക്കത് പെട്ടെന്ന് അരിഞ്ഞു കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഒരു അടികട്ടിയുള്ള പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആദ്യം ഒരു 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് ഇപ്പോൾ അരച്ചെടുത്ത മിക്സ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത ശേഷം ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഫ്ലെയിം ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം ഇത് നന്നായിട്ടൊന്ന് പതഞ്ഞ് പൊങ്ങി വരും. അതുവരേക്ക് നമുക്കത് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായിട്ടൊന്ന് പതഞ്ഞ് പൊങ്ങി വരും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് ഏകദേശം നന്നായിട്ടൊന്ന് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞ് നമുക്കതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്ത ശേഷം അപ്പോൾ ഇതിലുള്ള വാട്ടർ കണ്ടൻറ്റ് എല്ലാം പോയ ശേഷം ഈ ബബിൾസൊക്കെ ഇങ്ങനെ നന്നായിട്ടൊന്ന് കുറഞ്ഞു വരും. അപ്പോൾ അതുവരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതാ ബബിൾസൊക്കെ നന്നായിട്ട് പോയി, എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നു. ഈ സ്റ്റേജ് ആവുന്ന സമയത്ത് നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കത് ചൂടോട് കൂടി തന്നെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്കത് എണ്ണ ഒന്ന് വേർതിരിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3-4 കുരുമുളക് ചതച്ചതും അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് പച്ചക്കർപ്പൂരം ഒന്ന് പൊടിച്ച ശേഷം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ല തണുത്തതിന് ശേഷം ഒരു ഗ്ലാസിൻ്റെ കുപ്പിയിൽ ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒരുപാട് കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവരൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. നല്ലൊരു നാച്ചുറൽ ഹെയർ ഓയിലിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും.